ലിസേർട്ട എന്ന് പറയുന്ന ഏലിയനുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ 3-ാം ഭാഗമാണിത്. ഇത് കാണുന്നതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. ഇത് സത്യമാണോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മൾ ഈ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അറിഞ്ഞിരിക്കും. അതിനുവേണ്ടി മാത്രമാണ്. അപ്പം ഇത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലാണ്. 1999-2000 കാലഘട്ടത്തിൽ നടക്കുന്ന ഇൻ്റർവ്യൂ ആണ്. അതിലൊരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളും എല്ലാം അടങ്ങിയ ഒരു വലിയ ഇൻ്റർവ്യൂ ആണ് ഇപ്പോൾ ഇവിടെ. അതിൻ്റെ 3-ാം ഭാഗമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പം ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പം ഇദ്ദേഹം ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങളുടെ ലോകത്തേക്ക് ഉപരിതലത്തിനടുത്തുള്ള അത്തരം ഒരു പ്രവേശന കവാടം എവിടെ കണ്ടെത്താനാകും? അതിനായി ഉത്തരമായിട്ട് ലിസേർട്ട പറയുന്നത്, അവയുടെ കൃത്യമായ സ്ഥാനം ഞാൻ നിങ്ങളോട് പറയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇത്തരമൊരു പ്രവേശന കവാടം കണ്ടെത്തണമെങ്കിൽ നിങ്ങളത് സ്വയം തിരയണം. 4 ദിവസം മുമ്പ് ഞാൻ ഉപരിതലത്തിലെത്തിയപ്പോൾ ഒരു വലിയ തടാകത്തിന് സമീപം ഇവിടെ നിന്നും ഏകദേശം 300 കിലോമീറ്റർ വടക്ക് മാറി ഒരു കവാടം ഉപയോഗിച്ചു. പക്ഷേ നിങ്ങൾക്ക് അത് കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷേ ഒരു ചെറിയ ഉപദേശം എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഒരു ഇടുങ്ങിയ ഗുഹയിലോ ഒരു തുരങ്കത്തിലോ അല്ലെങ്കിൽ ഒരു കൃത്രിമ ഖനി ഷാഫ്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും സ്ഥലത്തോ ആണെങ്കിൽ, ചുവരുകളിൽ മൃദുവായി കാണപ്പെടുന്നത്ര ആഴത്തിൽ നിങ്ങൾ നടക്കുകയാണെങ്കിൽ, ആഴത്തിൽ നിന്ന് അസാധാരണമായി ചൂടുള്ള വായു ഒഴുകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെന്റിലേഷൻ ഷാഫ്റ്റോ എലിവേറ്റർ ഷാഫ്റ്റോ വായു പ്രവഹിക്കുന്നതിൻ്റെ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ, ഗുഹയിൽ എവിടെങ്കിലും ചാരനിറത്തിലുള്ള ലോഹം കൊണ്ട് നിർമ്മിച്ച വാതിലുള്ള ഒരു പ്രത്യേക തരം കൃത്രിമവും മിനുസപരമായ മതിൽ തിരയുകയാണെങ്കിൽ, ആ വാതിൽ നിങ്ങൾക്ക് തുറക്കാൻ കഴിയുകയാണെങ്കിൽ, നിങ്ങൾ സാധാരണയായി ഒരു വൃത്താകൃതിയിലുള്ള ഒരു സാങ്കേതിക മുറിയിലായിരിക്കും. വെന്റിലേഷൻ സംവിധാനങ്ങളും ആഴത്തിലേക്കുള്ള ലിഫ്റ്റുകളുമുള്ള ഒരു മുറിയായിരിക്കും അത്. ഇത് നമ്മളുടെ ലോകത്തേക്കുള്ള ഒരു പ്രവേശനമായിരിക്കാം. നിങ്ങൾ ഈ ഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾ ഇപ്പോൾ തീർച്ചയായും ബോധവാന്മാരാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ ലിസേർട്ട പറയുന്നത്, ലിസേർട്ടോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ കൂടെയാണ് വന്നത്, നിങ്ങളുടെ ഈ അണ്ടർഗ്രൗണ്ട് ഗുഹകളിലേക്കുള്ള അതിൻ്റെയൊക്കെ കവാടങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്ന് ചോദിക്കുന്നുണ്ട് ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നതാണ്, ഞാൻ നിങ്ങളോട് പറയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലേ, നമ്മളായാലും പറയത്തില്ല. എന്നിട്ട് ഈ ലിസേർട്ട പറയുന്നത്, ഇപ്പം ഞാൻ നിങ്ങളൊരു 4 ദിവസം മുമ്പ് സർഫസിലേക്ക് വന്നത്, അവർ ഈ ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ സ്ഥലം, ഈ സ്വിറ്റ്സർലാൻഡിലുള്ള ഈ സ്ഥലം എവിടെയോ ഒരു സ്ഥലമാണ്, അത് കൃത്യമായിട്ട് പറയുന്നില്ല. ആ സ്ഥലത്ത് നിന്ന് ഏകദേശം 300 കിലോമീറ്റർ വടക്കോട്ട് മാറിയിട്ടുള്ള ഒരു ചെറിയൊരു തടാകത്തിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ളൊരു പ്രവേശന കവാടം വഴിയാണ് അവരിപ്പോൾ പുറത്ത് വന്നത്. പക്ഷേ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ അത് കണ്ടെത്താൻ ശ്രമിച്ചാലും പറ്റുമെന്ന് തോന്നുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അഥവാ നിങ്ങൾ കണ്ടെത്തിയാലും അത് എവിടെയാണെന്ന് തന്നെ ഉറപ്പ് വരുത്തണ്ടേ. അപ്പോൾ അതിന് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ കൃത്രിമ ഖനികൾ കൃത്രിമമായിട്ട് നമ്മൾ ഈ ഗുഹകളോ അങ്ങനെയൊക്കെയുള്ള ഷാഫ്റ്റുകളോ ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ പോയി തിരയുമ്പോൾ അങ്ങനെ കാണുകയാണെങ്കിലോ, അല്ലെങ്കിൽ അതിൽ നിന്ന് അസാധാരണമായ ചൂടുള്ള വായു അകത്തു നിന്നും പുറത്തേക്ക് വരികയാണെങ്കിലോ ഒക്കെ നമുക്ക് ഉറപ്പിക്കാം ഇത് ഇവരുടെ ഇതാണെന്ന്. അങ്ങനെ ഇവർ വീണ്ടും നമ്മളകത്തേക്ക് പോയിട്ട് വാതിൽ കണ്ടുപിടിച്ച് ആ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇവർ എത്താൻ പോകുന്നത് ഒരു വൃത്താകൃതിയിലുള്ളൊരു റൂം എന്ന് വേണമെങ്കിൽ പറയാം. ആ റൂമിലായിരിക്കും. പക്ഷേ ലിസേർട്ട പറയുന്നത്, അങ്ങനെ നിങ്ങളിതെല്ലാം കണ്ടെത്തി ആ റൂമിലെത്തിയാലും അപ്പം തന്നെ ഇവർക്ക് നമ്മളവിടെ വന്നു എന്നുള്ളതിന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് ലിസേർട്ട പറയുന്നത്. അപ്പോൾ ഇനി ഉത്തരത്തിലേക്ക് തിരിച്ചു പോകാം. നിങ്ങൾ വൃത്താകൃതിയിലുള്ള മുറിയിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകം വലിയ കുഴപ്പത്തിലാണ്. പക്ഷേ ചുവരുകളിലെ 2 ഉരക ചിഹ്നങ്ങളിൽ ഒന്ന് നിങ്ങൾ നോക്കണം. ചിഹ്നങ്ങളോ മറ്റ് ചിഹ്നങ്ങളോ ഇല്ലെങ്കിൽ നിങ്ങൾ കരുതുന്നത്ര വലിയ കുഴപ്പത്തിലായിരിക്കാം. കാരണം എല്ലാ ഭൂഗർഭ ഇൻസ്റ്റാളേഷനുകളും നമ്മുടെ തരത്തിലുള്ളതല്ല. ചില പുതിയ തുരങ്ക സംവിധാനങ്ങളും അന്യഗ്രഹ വംശങ്ങളിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്കായി വിചിത്രമായ ഒരു ഭൂഗർഭ ഇൻസ്റ്റാളേഷൻ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അത് പൊതുവായ ഉപദേശം കഴിയുന്നത്ര വേഗം ഓടിപ്പോവുക. അതായത് ഈ ലിസേർട്ട പറയുന്നത്, ഇങ്ങനെ നമ്മൾ ഭൂഗർഭ ഇത് കണ്ടെത്തിയ ആ റൗണ്ട് ഷേപ്പിലുള്ള ആ മുറിയിൽ എത്തിക്കഴിഞ്ഞിട്ട് ഈ ചിഹ്നങ്ങളെപ്പറ്റി നേരത്തെ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ള ചിഹ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് പിന്നെയും വലിയ അപകടമാണ്. കാരണം അത് അവരുടെയല്ല ഇൻസ്റ്റാളേഷൻ. ലിസേർട്ട പറയുന്നത്, ഈ അന്യഗ്രഹത്തിൽ നിന്ന് വരുന്ന മറ്റ് ജീവികൾക്കും ഇതേപോലെ ഈ ഭൂഗർഭ ഇൻസ്റ്റാളേഷനുണ്ട്. അവരുടെ ഏതെങ്കിലും ഇൻസ്റ്റാളേഷനുകളിലായിരിക്കും നമ്മൾ ചെന്ന് പെട്ടതെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് പിന്നെയും പ്രശ്നമാണ് എന്നാണ് ലിസേർട്ട പറയുന്നത്. അപ്പോൾ ലിസേർട്ട പറയുന്നത്, അങ്ങനെ അഥവാ നിങ്ങൾ ചെന്ന് പെട്ട് ഇങ്ങനെ ഈ സിംബലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എത്രയും വേഗം അതിൽ നിന്ന്, ആ ഗുഹയിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകുക എന്നാണ് പറയുന്നത്. കാരണം ഈ എല്ലാ സ്പീഷീസും ഈ ഭൂമിയിലേക്ക് വരുന്ന അന്യഗ്രഹ ജീവികളും അത്ര ഫ്രണ്ട്ലി അല്ല മനുഷ്യനോട് എന്നാണ് ലിസേർട്ടയുടെ ഇൻ്റർവ്യൂവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. മനുഷ്യർക്കിടയിലായിരിക്കുമ്പോൾ ലിസേർട്ട എന്ന പേര് ഉപയോഗിക്കാറുണ്ടെന്നും ഭൂമിയുടെ ഉപരിതലത്തിൽ യഥാർത്ഥ സൂര്യനിലായിരിക്കുന്നത്
ആസ്വദിക്കാറുണ്ടെന്നും നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ. എന്നാൽ മനുഷ്യർക്കിടയിൽ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാൻ സാധിക്കും? നിങ്ങൾ നമ്മളെപ്പോലെയല്ല. അതിനാൽ നിങ്ങൾ മറ്റൊരു ജീവിവർഗത്തിൽപ്പെട്ടയാളാണെന്ന് ആർക്കും കാണാൻ കഴിയും. നമ്മുടെ സൃഷ്ടി മുതൽ ഓരോ ഗ്രഹങ്ങളിലും നമ്മളോടൊപ്പം ജീവിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഒരു ജീവിയെ ആരും കാണുകയും വിവരിക്കുകയും ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് അത് വിശദീകരിക്കാനാകുമോ? അപ്പോൾ അതിനുത്തരമായിട്ട് ലിസർട്ട് പറയുന്നത്, ഒന്നാമതായി നിങ്ങളുടെ പ്രാകൃത ഭൂതകാലത്തിൽ എൻ്റെ വർഗത്തെ തീർച്ചയായും പലതവണ കാണിക്കുകയും വിവരിക്കുകയും ചെയ്തിരുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്രിസ്ത്യൻ ബൈബിൾ പോലെയുള്ള നിങ്ങളുടെ മതപരമായ രചനകളിൽ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള വിവിധ ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് വിവരണങ്ങളും ഞങ്ങളുടെ ലളിതമായ ചിത്രങ്ങളും കണ്ടെത്താൻ കഴിയും. ഇന്ത്യയിൽ നിന്നും ഏഷ്യൻ പർവ്വതങ്ങളിൽ നിന്നുമുള്ള ജ്ഞാനികൾ എന്ന് വിളിക്കപ്പെടുന്നവർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റ് ജ്ഞാനികൾ എന്നതിനൊപ്പം നമ്മുടെ വർഗത്തെക്കുറിച്ച് പലതവണ രചനകളിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ട മനുഷ്യേതര ജീവിവർഗം നമ്മളാണെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ എൻ്റെ വാക്കുകളിലെ സത്യം നിങ്ങൾക്ക് മനസ്സിലാക്കാം. നിങ്ങളുടെ മഹാനായ ശാസ്ത്രജ്ഞർ നമ്മളിലുള്ള വിശ്വാസത്തെ അന്ധവിശ്വാസം എന്നും മതം എന്നും വിളിച്ചു. ഇന്നത്തെ ബുദ്ധിമാന്മാരായ മനുഷ്യർ നമ്മുടെ മുൻകാല ഉപരിതല സാന്നിധ്യം മറന്നുപോയി. അതായത് ഈ ലിസർട്ടയോട് ചോദിക്കുന്നത്, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഇവർ ഈ ഭൂഗർഭത്തിനടിയിലാണ് താമസിക്കുന്നതെന്നും അതായത് ഭൂമിയിലേക്ക് പുറത്തേക്ക് വരുമ്പോൾ, ഈ ഗുഹകളിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ അവർ ലിസർട്ട എന്ന പേരാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞല്ലോ എന്നാണ് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള ആളുകൾ ഈ മറ്റൊരു സ്പീഷീസ് ആണല്ലോ. അപ്പം നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇവർ താമസിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നടന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തുപോലും കാണുമല്ലോ. അപ്പം അതെങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് നമ്മളാരും ഒരാൾ പോലും ഇതുവരെയായിട്ടും ഇവരെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അതിനുത്തരമായിട്ട് പറയുന്നത്, ഇത് ഇവരെ പറ്റി വിവരിച്ചു കൊടുക്കാനായിട്ട് പലപ്പോഴും ഇവർ പണ്ട് നമ്മുടെ പൂർവികരുടെ കാലത്ത് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പല ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഇവരെ പറ്റി എഴുതിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ അമേരിക്കയിലെ ഈ അവിടെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അവരുടെ ചിത്രങ്ങളുടെ കൊത്തുപണി ചെയ്തു വെച്ചിട്ടുണ്ടെന്നാണ് ഈ ലിസർട്ട് പറയുന്നത്. എന്നാൽ പിന്നീട് കാലപ്പഴക്കം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശാസ്ത്ര സമൂഹം ഇതിനെ വെറും മതത്തിലുള്ള ഒരു ഇത് മാത്രമായി കണ്ടു. അതായത് ഇത് വെറും ഒരു മിത്തോളജിക്കൽ പരമായിട്ടുള്ള സംഭവമാക്കി മാത്രമാണ് കാണുന്നതെന്നാണ് ലിസർട്ട് പറയുന്നത്. അപ്പം ഉത്തരത്തിലേക്ക് വീണ്ടും പോകാം. കൂടാതെ ഇന്നും നമ്മുടെ ജീവിവർഗങ്ങൾ ചിലപ്പോൾ ഭൂമിയിലെ യഥാർത്ഥ രൂപത്തിൽ മനുഷ്യസാക്ഷികളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഉപരിതലത്തിനോടടുത്തുള്ള പ്രവേശന കവാടങ്ങളിലും തുരങ്ക സംവിധാനങ്ങളിലും നിന്ന് കാണാൻ കഴിയും. പക്ഷേ ഭാഗ്യവശാൽ നിങ്ങളും നിങ്ങളുടെ മാധ്യമങ്ങളും അത്തരം ഭ്രാന്തന്മാരുടെ റിപ്പോർട്ടുകൾ ഗൗരവമായി എടുത്തിട്ടില്ല. അത് ഞങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണെന്ന് ആ ആളുകളെ കാണാൻ ഞങ്ങൾ അനുവദിക്കുന്നത്. എൻ്റെ ചില ജീവിവർഗങ്ങൾ ഉപരിതലത്തിൽ നിന്നുള്ള മനുഷ്യ ശാസ്ത്രജ്ഞരുമായും രാഷ്ട്രീയക്കാരുമായും നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് അതീവ രഹസ്യമാണ്. നിങ്ങൾ അതിനെ വിളിക്കുന്നത് പോലെ നിങ്ങളുടെ പൊതുജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. മീറ്റിങ്ങുകളുടെ കാര്യം പൊതുവെ അന്യഗ്രഹ ജീവികളുമായും അവയ്ക്കിടയിലും വരാനിരിക്കുന്ന യുദ്ധവും ഈ യുദ്ധത്തിൽ നമ്മളുടെ സഹായവുമാണ്. എന്നാൽ മറ്റൊരു വിശദീകരണമുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് നിങ്ങൾക്കിടയിൽ നടക്കാൻ കഴിയുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത്? മിമിക്രി ഇനി പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് അവിശ്വസനീയമായും ഞെട്ടിക്കുന്നതുമായും തോന്നിയേക്കാം. പക്ഷേ നിങ്ങൾ ചോദിച്ചതുപോലെ അത് ഞാൻ വിശദീകരിക്കാം. അതായത് ഈ ലിസർട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ പലരും കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ വന്നിട്ട് ഈ മറ്റുള്ള മനുഷ്യരോട് പറയുമ്പോൾ അതിലുള്ള മാധ്യമങ്ങളും അവിടെ ഉള്ളവരും ഒക്കെ ഇവരെ മണ്ടന്മാരായിട്ട് കരുതുന്നു, ഭ്രാന്തന്മാരാണെന്ന് പറയുന്നു എന്നൊക്കെയാണ് ഇവർ ലിസർട്ട് പറയുന്നത്. അത് ലിസർട്ട് പറയുന്നത് അത് അവർക്ക് എന്തോരം നല്ലതാണ് എന്നാണ് ലിസർട്ട് പറയുന്നത്. അത് മാത്രമല്ല, ഇവർ ഈ രാഷ്ട്രീയ നേതാക്കളുമായിട്ടും അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുമായിട്ട് ഇവർക്ക് ഓൾറെഡി ബന്ധമുണ്ട്. ഇവർ ഈ മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കൂടാറുണ്ടെന്നും ഈ ലിസർട്ട് പറയുന്നത് ഇനി എന്തോ ഒരു വലിയ യുദ്ധം അന്യഗ്രഹ ജീവികളുമായിട്ട് മനുഷ്യന് വരാനിരിപ്പുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് കൃത്യമായിട്ടും പറയുന്നില്ല. പിന്നെ ആ പുള്ളി ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ ഇവർക്ക് നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത രീതിയിൽ നടക്കാൻ സാധിക്കുന്നത് എന്നാണ് ചോദിച്ചത്. അതിന് ഈ ലിസർട്ട് പറയുന്നത് മിമിക്രി എന്നാണ്. അതെന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പം വീണ്ടും ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. നിങ്ങളുടെ ജീവിവർഗത്തേക്കാൾ കൂടുതൽ പുരോഗമിച്ച മാനസിക കഴിവുകളുണ്ടെന്ന് ഞാൻ മുമ്പേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കൂടുതൽ പുരോഗമിച്ചതിനാൽ
നമ്മളുടെ ജനനം മുതൽ തന്നെ നമുക്ക് ടെലിപ്പതിയും ടെലിക്കനിസീസും ഉപയോഗിക്കാൻ കഴിയും. കാരണം നിങ്ങളുടെ തലച്ചോറിൻ്റെ ഈ ഉറങ്ങുന്ന ഭാഗങ്ങളെ സജീവമാക്കാൻ നിങ്ങൾക്ക് അത് ആവശ്യമാണ്. നമ്മുടെ തലച്ചോറിൻ്റെ ഘടന നിങ്ങളുടേതിൽ നിന്നും അല്പം വ്യത്യാസമാണ്. നിങ്ങളുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മളുടെ സ്വന്തം കഴിവുകൾ വളരെ ശക്തമാണ്. പക്ഷേ ഈ ഗ്രഹത്തിലെ ചില അന്യഗ്രഹ ജീവികളുടെ മനസ്സിൻ്റെ ശക്തികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ദുർബലമാണ്. ആ മനസ്സിൽ ഞാൻ ഒരിക്കൽ അത്ര നല്ലവനായിരുന്നില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പ്രാഥമിക കഴിവുണ്ട്. ഉദാഹരണത്തിന് നമ്മളുടെ സംരക്ഷണത്തിനോ ആക്രമണത്തിനോ പോലും അവയെ ഉപയോഗിക്കാം. അതായത് ഈ ലിസർട്ടയോട് ഈ പുള്ളി ചോദിച്ചില്ല എങ്ങനെയാണ് മനുഷ്യർക്കിടയിൽ നിൽക്കാൻ സാധിക്കുന്നതെന്ന്. അതിന് ഉത്തരമായിട്ട് ഈ പുള്ളിക്കാരത്തി പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഈ ടെലിക്കനിസീസും ടെലിപ്പതിയും ഒക്കെ ചെയ്യാൻ കഴിയും എന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മളുടെ ബ്രെയിൻ സ്ട്രക്ചറും ഇവരുടെ ബ്രെയിൻ സ്ട്രക്ചറുമായിട്ട് നോക്കുമ്പോൾ ഇവർ ഒരുപാട് പുരോഗമിച്ച ഒരു ജീവിവർഗം ആയതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മളെ എങ്ങനെ കാണണമെന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാം. അതുപോലെ തന്നെ അവരുടെ ഈ പവറുകൾ ഉപയോഗിച്ച് വേണേൽ നമുക്ക് അറ്റാക്കിനായിട്ട് ഉപയോഗിക്കാമെന്നാണ് ഇവർ പറയുന്നത്. ഈ ടെലിക്കനിസിസും ഇതുമൊക്കെ ഉപയോഗിച്ച് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അവരെ കൊണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊന്നും അവർ ചെയ്യത്തില്ല എന്നാണ് പറയുന്നത്. ഈ ലിസാർട്ട പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ വീണ്ടും ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. ഞങ്ങൾ ഉപരിതലത്തിലായിരിക്കുമ്പോൾ മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയും. ടെലിപ്പതി വഴി നിങ്ങളുടെ തരത്തിലുള്ള ഒരാളായി ഞങ്ങളെ കാണുക എന്ന് കൽപ്പന വരെ അവരെ പ്രേരിപ്പിക്കാൻ കഴിയും. ദുർബലമായ മനുഷ്യ മനസ്സ് ഈ ക്രമം പുനർസംഗമമില്ലാതെ സ്വീകരിക്കും. അവർ നമ്മളെ സാധാരണ മനുഷ്യരായി കാണും. ഞാൻ ഇത് പലതവണ ചെയ്തിട്ടുണ്ട്. ദുർബലരായ നിങ്ങൾ മനുഷ്യർ പൊതുവെ എന്നെ ആകൃഷ്ടയായ തവിട്ട് നിറമുള്ള ഒരു സ്ത്രീയായി കാണുന്നു. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എൻ്റെ മനസ്സിൽ ഈ പ്രത്യേക മിമിക്രി ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട്. എനിക്കത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു പ്രശ്നവുമില്ലാതെ പ്രേരിപ്പിക്കാൻ കഴിയും. അതായത് ആ പുള്ളി ചോദിച്ചായിരുന്നല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടെലിപ്പതി വഴിയാണ്. ഇപ്പോൾ ഓൾറെഡി ഈ ലിസാർട്ട എന്ന് പറയുന്ന ഇവരുടെ മനസ്സിലൊരു രൂപം അവരിങ്ങനെ വെച്ചിട്ടുണ്ട്. ആ രൂപത്തെ നമ്മളിവരെ കാണുമ്പം നമ്മളിലേക്ക് ഈ ടെലിപ്പതി ഉപയോഗിച്ച് ഈ രൂപം അവരെ എങ്ങനെ കാണണമെന്ന് ഇവർ നമ്മളുടെ തലച്ചോറിലേക്കുള്ള ആ ഒരു സംഭവം കൊടുത്തു കഴിയുമ്പം നമ്മൾ അവരെ കാണുന്നത് അവരെങ്ങനെയാണോ നമ്മളെ കാണേണ്ടത് ആ ഒരു രൂപത്തിലായിരിക്കും നമ്മൾ കാണുന്നത്. അതായത് അത്രയ്ക്കും വീക്കാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. അങ്ങനെയാണ് അവർ പറയുന്നത്. മിമിക്രിയുടെ ഉപയോഗം ശരിയായി പഠിക്കാൻ തുടക്കത്തിൽ എനിക്ക് കുറച്ച് സമയം ആവശ്യമായിരുന്നു. പക്ഷേ പിന്നീട് അത് യാന്ത്രികമായി പ്രവർത്തിച്ചു. നിങ്ങളുടെ ഒരു കൂട്ടത്തിനിടയിൽ പോലും എനിക്ക് നടക്കാൻ കഴിയും. ഞാൻ ആരാണെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങളുടെ ബോധത്തിൽ ഒരു ലളിതമായ സ്വിച്ചുണ്ട്. അത് ഇലോഹിം എന്നതിൽ നിന്ന് അവർ നിങ്ങളുടെ സൃഷ്ടിച്ചപ്പോൾ സ്ഥാപിച്ചതാണ്. ഞങ്ങൾ നമ്മളെ നോക്കുമ്പോൾ മനുഷ്യരാണെന്ന് കാണുന്നത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് ഒരു സ്വിച്ച് ഉപയോഗിക്കാം. നിങ്ങൾ കരുതുന്ന പോലെ ഇത് എളുപ്പമല്ല. നിങ്ങളുടെ തരവും അന്യഗ്രഹ ജീവികളും തമ്മിൽ നിങ്ങളുടേതുപോലെ തോന്നിക്കുന്ന മീറ്റിങ്ങുകളും ഉണ്ടാകുമ്പോൾ ഈ അന്യഗ്രഹ ജീവികൾ ആ സ്വിച്ച് ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ മനുഷ്യസമാനമായ അന്യഗ്രഹ ജീവികളുമായുള്ള ചില മീറ്റിങ്ങുകൾ എൻ്റെ തരത്തിലുള്ള മീറ്റിങ്ങുകളിലൂടെയും വിശദീകരിക്കാം. ഞാൻ ആദ്യമായി EFനെ കണ്ടുമുട്ടിയപ്പോൾ അവൻ എന്നെ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിട്ടാണ് കണ്ടത്. എൻ്റെ യഥാർത്ഥ രൂപം ഞാൻ അദ്ദേഹത്തിന് വെളിപ്പെടുത്തിയപ്പോൾ അവൻ വളരെ ഭയന്ന് ഞെട്ടിയതും ഞാൻ ഓർക്കുന്നു. അതായത് ഈ ലിസാർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെലിപ്പതി വഴിയാണ് ഈ ഒരു സംഭവം നമ്മളിലേക്ക് എത്തിക്കുന്നത്. അതായത് ഇവരെങ്ങനെ കാണണം എന്നുള്ളതൊക്കെ സംഭവം എത്തിക്കുന്നത്. പക്ഷേ ഇത് പെട്ടെന്ന് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നുമല്ല. ഇത് നല്ല സമയമെടുത്ത് ഇവർക്കങ്ങനെ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇവർക്കത് വളരെ ഇതായി. പക്ഷേ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു കൂട്ടം ആൾക്കാരുടെ ഇടയിലോട്ടൊക്കെ നടന്നു പോയാൽ പോലും അത്രയും ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ടുള്ള ഇത് ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് എന്തുകൊണ്ട് അതില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എലോഹിമാണല്ലോ സൃഷ്ടിച്ചതെന്ന് പറയുന്നത്. ഈ ലിസാർട്ട പറയുന്നത് വെച്ച് എലോഹിമാണ് നമ്മളെ സൃഷ്ടിച്ചത്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ജീവിവർഗ്ഗങ്ങൾക്കും ഒരു സ്വിച്ച് ഉണ്ട്. അതായത് ഈ മറ്റുള്ള ജീവിവർഗ്ഗങ്ങൾക്ക് ടെലിപ്പാത്തിക്കലി നമ്മളുടെ ബ്രെയിനിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അതിന് ഒരു തടസ്സം എന്ന് വേണേൽ പറയാം. അങ്ങനെ ഒരു തടസ്സമുണ്ട് എല്ലാ ജീവികൾക്കും. പക്ഷേ നമുക്ക് മാത്രം അതില്ല, ഒരു തടസ്സമില്ല. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും നമ്മളുടെ ഈ ഒരു ബ്രെയിനിലേക്ക് എന്ത് വേണമെങ്കിലും കടത്തിവിടാൻ അവർക്ക് എന്ത് സംഭവങ്ങൾ വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. അതങ്ങനെ വന്നതിൻ്റെ കാരണം ലിസാർട്ട പറയുന്നത് ഈ എലോഹിമാണ് നമ്മളെ സൃഷ്ടിച്ചത്, മനുഷ്യരെ സൃഷ്ടിച്ചത്. അങ്ങനെ അവർ സൃഷ്ടിച്ചപ്പം നമ്മളെ സൃഷ്ടിച്ചത് ഇങ്ങനെയാണ്, ഈ സംഭവം ഈ ഒരു തടസ്സമില്ലാതാണ് സൃഷ്ടിച്ചതെന്നാണ് പറയുന്നത്. ഈ EF എന്ന് പറയുന്ന ആ വ്യക്തിയാണ് പിന്നീട് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂ എടുക്കുന്ന ഈ പുള്ളിക്കാരനെ ഈ ലിസാർട്ടയ്ക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ EF എന്ന് പറയുന്ന ആളിനെ കണ്ടുമുട്ടിയപ്പം
ആ പുള്ളിക്ക് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിട്ടാണ് ഈ പുള്ളിക്കാരത്തിയെ തോന്നിയത്. പക്ഷേ അതിനുശേഷം പിന്നെ ഈ പുള്ളിക്കാരത്തി ഈ പുള്ളിക്ക് മുന്നിൽ വെളിപ്പെടുത്തിയപ്പോൾ ഇയാൾ ഭയന്ന് ഞെട്ടി വിറച്ചു. അപ്പോൾ അടുത്ത ചോദ്യം ചോദിക്കുന്നു, നിങ്ങളെപ്പോലെയുള്ള ഒരു ഉരകജീവിയോട് സംസാരിക്കുന്നതിന് പകരം ആകർഷണമായ തവിട്ട് നിറമുള്ള തലമുടിയുള്ള ഒരു മനുഷ്യ സ്ത്രീയോടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കെന്നെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു പക്ഷേ നിങ്ങളുടെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ കരുതുന്നില്ല. ആരെങ്കിലും എന്നേക്കാൾ ഒരു മനുഷ്യ സ്ത്രീയെ കാണുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ പ്രശ്നങ്ങളില്ലാതെ എനിക്കത് ചെയ്യാൻ കഴിയും. കാരണം ആരും ഒരു ഉരക സ്ത്രീയെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ നമ്മളുടെ ആദ്യ കൂടിക്കാഴ്ച മുതൽ യഥാർത്ഥ രൂപത്തിൽ എന്നെ കാണാൻ നിങ്ങളുടെ മനസ്സിനെ അനുവദിച്ചു. നിങ്ങളുടെ മനസ്സിൽ ഞാൻ ഒരിക്കലും എന്തെങ്കിലും പ്രേരിപ്പിച്ചിട്ടില്ല. അതിനാൽ ഞാൻ മനുഷ്യനല്ലെന്ന് നിങ്ങൾക്ക് ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ മാറ്റാൻ ശ്രമിച്ചാൽ അത് ഒരു പൂർണ്ണമായും ആശയക്കുഴപ്പത്തിലേക്കോ അബോധാവസ്ഥയിലേക്കോ നയിക്കും. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ കാര്യങ്ങളിൽ ഞാൻ അത്ര നല്ലതല്ല. അതായത് ഈ ലിസാർട്ടയോട് ഈ പുള്ളി ചോദിക്കുന്നുണ്ട്. അപ്പം ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഒരു നല്ല ബ്രൗൺ ഹെയർ ഉള്ള ഒരു സുന്ദരിയായ ഒരു സ്ത്രീയെ അങ്ങനെ സ്ത്രീയോട് ആകർഷണമുള്ളൊരു സ്ത്രീയായിട്ട് എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പറ്റുമോ, അങ്ങനെ എന്നെ ബോധ്യപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഈ പുള്ളിക്കാരത്തി പറയുന്നത് ഒരു പക്ഷേ സാധിച്ചേക്കും എന്നാണ് പറയുന്നത്. പക്ഷേ അത് വേറൊരു കാര്യമുണ്ട്. ഈ ലിസാർട്ട ആദ്യം തന്നെ ഈ പുള്ളിക്കാരനുമായിട്ട് കണ്ടുമുട്ടുമ്പോൾ തന്നെ ഒരു ഉരകജീവി എന്ന നിലയിലാണ് ഇവർ തമ്മിൽ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ പുള്ളിക്കാരൻ്റെ തലച്ചോറിൽ ഇത് ഇങ്ങനെ ഉറച്ചിട്ടുണ്ട്. ഇനിയും ഈ പുള്ളിക്കാരത്തി ഞാനൊരു മനുഷ്യ സ്ത്രീയാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഈ പുള്ളിയുടെ തലച്ചോറിലേക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ അബോധാവസ്ഥയിലേക്ക് പുള്ളി പോകാനോ അങ്ങനെ പൂർണ്ണമായ ആശയക്കുഴപ്പം ഉണ്ടാകാനോ ഒക്കെ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട എന്നാണ് ഈ പുള്ളിക്കാരത്തി പറയുന്നത്. അതായത് ഈ മറ്റുള്ള മനുഷ്യർ ഒരു ഉരക സ്ത്രീയെ കാണാനല്ലോ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ കൊടുക്കുന്ന സംഭവങ്ങൾ, ഇവർ കൊടുക്കുന്ന സിഗ്നലുകളും കാര്യങ്ങളും ഒക്കെ ബാക്കിയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മൊത്തം അത് അതേപോലെ അങ്ങ് എടുക്കും. കാരണം അവരൊരിക്കലും ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനൊരു ഉരക സ്ത്രീയാണ് നമ്മുടെ കൂടെ നടന്നു പോകുന്നതെന്ന്. പക്ഷേ അങ്ങനെ ചിന്തിച്ചാൽ അവരെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത ചോദ്യമായിട്ട് ചോദിക്കുന്നത്, അത് വളരെ ഭയാനകമാണ്. ആ കഴിവുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുമോ? അതിന് ഉത്തരവായിട്ട് ലിസാർട്ട പറയുന്നത് അതെ, പക്ഷേ അത് നിഷിദ്ധമാണ്. ഇതിനർത്ഥം മുൻകാലങ്ങളിൽ ഇത് ചെയ്തിട്ടില്ല എന്നല്ല. അതായത് ഇവർ പറഞ്ഞല്ലോ ഇവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുമെന്ന്, ഇവർക്ക് ടെലിപ്പതിയും ടെലിക്കനീസീസും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന്. അങ്ങനെ ടെലിപ്പതി ഉപയോഗിച്ച് ഒരു മനുഷ്യൻ്റെ ഇതിലേക്ക് തലച്ചോറിലേക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് കൊല്ലാനും ഒക്കെ പറ്റുമല്ലോ. അതങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഈ പുള്ളി ചോദിക്കുന്നത്. അത് വളരെ ഭയാനകമാണെന്നാണ് ഈ പുള്ളിക്കാരൻ പറയുന്നത്. അപ്പോൾ അതിന് ഉത്തരവായിട്ട് ലിസാർട്ട പറഞ്ഞാൽ അതെ, ചെയ്യാൻ പറ്റും, നമുക്കൊരാളെ കൊല്ലാൻ പറ്റും. പക്ഷേ അതിപ്പം നിഷിദ്ധമാണ്, അതായത് ചെയ്യുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ എന്നിട്ട് ലിസാർട്ട പറയുന്നുണ്ട് അതിനർത്ഥം ഈ മുൻകാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നല്ല എന്നാണ് ലിസാർട്ട പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം. 2 ലിംഗക്കാർക്കും ഈ കഴിവുണ്ടോ? അതിന് ഉത്തരമായിട്ട് ലിസാർട്ട പറയുന്നത് അതെ, അതായത് 2 ലിംഗക്കാർക്കും ഈ കഴിവുണ്ടെന്ന് തന്നെയാണ് ലിസാർട്ട പറയുന്നത്. ചോദ്യം, ഫോട്ടോകളുടെ കാര്യമോ? ഫോട്ടോകളിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രത്യക്ഷപ്പെടുന്നത്? ഉത്തരം, അതൊരു മണ്ടൻ ചോദ്യമാണ്. ഫോട്ടോകളിൽ ഞാൻ ഒരു ഉരകമായി പ്രത്യക്ഷപ്പെടുന്നു. കാരണം എനിക്ക് ഫോട്ടോയിലെയോ ക്യാമറയിലെയോ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. മറിച്ച് ഫോട്ടോഗ്രാഫർമാരുടെ മനസ്സിനെ മാത്രം സ്വാധീനിക്കാൻ കഴിയൂ. അവൻ അല്ലെങ്കിൽ അവൾ ഫിലിം വികസിപ്പിച്ച് മറ്റുള്ളവർക്ക് ഫോട്ടോ കാണിച്ചാൽ അവർ എന്നെ എൻ്റെ യഥാർത്ഥ രൂപത്തിൽ കാണും. അതുകൊണ്ട് നമ്മളുടെ തരം ചിത്രീകരിക്കുന്നതോ ഫോട്ടോ എടുക്കുന്നതോ നിരോധിച്ചിരിക്കുന്നു. കൂടാതെ ഉപരിതലത്തിലെ എല്ലാ ക്യാമറകളും നമ്മൾ ഒഴിവാക്കണം. അതായത് ഈ ലിസാർട്ട പറയുന്നതെന്ന് വെച്ച് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഫോട്ടോകളുടെ കാര്യം എന്താണ്? അത് ഫോട്ടോ എടുക്കാമല്ലോ. അപ്പോൾ അതിന് ഈ ലിസാർട്ട പറയുന്നത് ഒരു മണ്ടത്തരം ചോദ്യമാണ്. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഇവരായിട്ട് തന്നെ കാണാൻ പറ്റും. കാരണം ഈ ഫോട്ടോഗ്രാഫറിന്, അതായത് ഈ മനുഷ്യനെ മാത്രമേ ഇവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനുഷ്യൻ്റെ തലച്ചോറിലേക്കല്ലേ ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഒരു ഇലക്ട്രോണിക് എക്വിപ്മെൻ്റ് അല്ലേ ക്യാമറ. അപ്പോൾ അതിലേക്ക് പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ സിഗ്നലുകളൊന്നും കൊടുക്കാൻ ഇവർക്ക് പറ്റത്തില്ല. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഇവരെങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അടുത്ത ചോദ്യം, നിങ്ങളുടെ മനസ്സിലേക്ക് മറ്റ് എന്ത് കൽപ്പനകൾ കൊണ്ടുവരാൻ കഴിയും? ഞങ്ങളെ സേവിക്കൂ അല്ലെങ്കിൽ അനുസരിക്കൂ എന്നതുപോലെ എന്തെങ്കിലും? അതിനുത്തരമായിട്ട് ലിസാർട്ട പറയുന്നത്, ഇത് വീണ്ടും ഒരു വിചിത്രമായ ചോദ്യമാണ്. ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് അത് ചെയ്യണം?
നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇത് മനുഷ്യൻ്റെ മനസ്സിനെ ശക്തിയെയും അയക്കുന്ന ഉരകത്തിൻ്റെ ശക്തിയെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഞങ്ങളെ സേവിക്കുക അല്ലെങ്കിൽ എന്നെ സേവിക്കുക എന്ന സ്വിച്ച് ഇല്ല. അതിനാൽ അത്തരമൊരു കൽപ്പന പ്രേരിപ്പിക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. മനുഷ്യ മനസ്സും ബോധവും ദുർബലവുമാണെങ്കിലും ഉരകപ്രേരകം ഈ കാര്യങ്ങളാൽ അനുഭവിക്കുകയും അവർ അത് ചെയ്യാതെ ശ്രമിക്കുന്നതിന് മുമ്പ് കുറച്ച് മണിക്കൂർ സൂര്യനിൽ കഴിയുകയും ചെയ്താൽ ഇതൊരു നിശ്ചയ സമയത്തേക്ക് പ്രവർത്തിച്ചേക്കാം. അത്രയും കാര്യങ്ങളെക്കുറിച്ച് രഹസ്യ പഠിപ്പിക്കലുകളുണ്ട്. പക്ഷേ ഞാൻ അതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ല. മിമിക്രിക്കും എൻ്റെ സ്വന്തം തരവുമായുള്ള ആശയവിനിമയത്തിനും ചിലപ്പോൾ മറ്റു സ്വകാര്യ കാര്യങ്ങൾക്കും ഞാൻ എൻ്റെ പ്രാഥമിക കഴിവുകൾ ഉപയോഗിക്കുന്നു. പക്ഷേ മനുഷ്യരെയോ അവരുടെ മനസ്സിനെയോ ഉപദ്രവിക്കാൻ ഞാൻ ഒരിക്കലും അത് ഉപയോഗിച്ചിട്ടില്ല. ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് ഞാൻ അഭിനന്ദിക്കുന്നു. അതായത് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നുണ്ട്, അതായത് ഇവർക്ക് ടെലിപ്പതി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലോ, മനുഷ്യനെ കൊണ്ട് എന്തും ചെയ്യിപ്പിക്കാൻ പറ്റുമല്ലോ, അങ്ങനെ ഒരു രീതിയിലാണല്ലോ ഈ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഈ മനുഷ്യന്മാരോട് അവർക്ക് കൽപ്പിച്ചാൽ പോരെ, ഞങ്ങളെ സേവിക്കൂ, ഞങ്ങളെ അനുസരിക്കൂ എന്നൊക്കെ. അപ്പം ഈ പുള്ളിക്കാരിത് പറയുന്നത്, അങ്ങനെ ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല, കാരണം നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല എന്നാണ് പറയുന്നത്. ഈ മനുഷ്യ മനസ്സിന് ഇവർ എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ ശക്തമായ മനസ്സുള്ള ഒരു വ്യക്തിക്കും ഒരു മനുഷ്യനെ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊടുത്ത് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവർക്ക് ഈ ശരീരത്തിൻ്റെ പുറം ഭാഗത്തായിട്ടൊരു പ്ലേറ്റ് പോലൊരു സംഭവം ഉണ്ടെന്നും ഒരു ഘടനയുണ്ടെന്നും, അത് ഈ സൂര്യനിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ഇവർക്ക് നല്ല ഹോർമോണും കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ സൂര്യനിലൊക്കെ പോയി നിന്നിട്ട് ഇവർ ഫുൾ ചാർജ് ആയി കഴിഞ്ഞിട്ട് വന്നിട്ട് പറയുവാണെങ്കിൽ ചിലപ്പോൾ നടന്നേക്കാം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള ചില പഠിപ്പിക്കലുണ്ടെന്നും അതായത് ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടല്ലോ ഇങ്ങനെ പഠിപ്പിക്കുന്നവരൊക്കെ, അതൊന്നും ഇവർ അങ്ങനെ ചെയ്യുന്നില്ലെന്നോ ഇവരങ്ങനെ ഈ പുള്ളിക്കാരത്തെ അതൊന്നും പഠിച്ചിട്ടില്ലെന്നോ ഒക്കെയാണ് പറയുന്നത്. അതായത് ഇവർക്ക് മനുഷ്യരെ ഉപദ്രവിക്കാൻ ഒരു താല്പര്യമില്ലെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ വെച്ച് ഈ സംഭവം, അതായത് ഈ ഒരു കോൺവെർസേഷൻ അവസാനിപ്പിക്കാമെന്ന്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ രീതി നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവരും ചെയ്യുന്നുണ്ടെന്ന് തന്നെ ആയിരിക്കും. കാരണം ഇവരുടെ ആ ഒരു സസ്പെഷൻ, അതായത് നമുക്ക് കഴിയുമെങ്കിൽ ഇവിടെ വെച്ച് ഇത് അങ്ങ് അവസാനിപ്പിക്കാൻ ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. അത് തന്നെ ഒരു സസ്പെഷൻ അല്ലേ? അപ്പോൾ ഇവരും ചെയ്യുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞാൻ ഈ ഫുള്ള് സാധനം വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഇവരും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവരോട് പറയാൻ പറ്റത്തില്ലല്ലോ ഞാനും ചെയ്യുന്നുണ്ടെന്ന്. അതായത് കള്ളനോട് എടുത്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളം പറയുമോ? ഇല്ല, ഞാൻ എടുത്തില്ല എന്നല്ലേ പറയത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ എല്ലാ ജീവികൾക്കും അവരുടേതായ കാര്യങ്ങളുണ്ട്, അവർക്കും അവരുടേതായ അജണ്ടകളുണ്ട്. അവരൊരു പ്രത്യേക സ്പീഷീസാണ്. അവർക്കിപ്പം നമ്മളെ രക്ഷിക്കണമെന്നൊന്നുമില്ല. നമ്മൾ മനുഷ്യരാശി രക്ഷിക്കാൻ നമുക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അല്ലാതെ നമ്മുടെ കൂടെ ഒരാളും വരില്ല. മനസ്സിലായില്ലേ? നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കും എന്ന് പറഞ്ഞ് നമുക്കൊരിക്കലും ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അവസാനമായി ഒരു ചോദ്യം. നിങ്ങളുടെ UFOകളെ മറയ്ക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് അതേ കഴിവുകൾ ഉപയോഗിക്കാറുണ്ടോ? നല്ല ചോദ്യം അല്ലേ? ഉത്തരം അതെ. പക്ഷേ ഒരു സാങ്കേതിക അടിസ്ഥാനത്തിൽ ഒരു ക്രാഫ്റ്റിനുള്ളിൽ ഒരു ശക്തമായ ഉപകരണമുണ്ട്. അത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു കൃത്രിമ സിഗ്നൽ അയക്കാൻ കഴിയും. അത് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് ആകാശം മാത്രമേ കാണുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ കപ്പലുകൾക്ക് പകരം വിമാനങ്ങൾ പോലുള്ള സാധാരണമായ വിമാനങ്ങൾ കാണുന്നു. ഇത് പലപ്പോഴും ഉപയോഗിക്കാറില്ല, കാരണം നമ്മൾ അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ ഒഴിവാക്കുന്നു. നിങ്ങൾക്ക് നമ്മുടെ UFOകളെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഉപകരണങ്ങൾ തകരാറിലാണെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്താൽ നിർജ്ജീവമാണെന്നോ ആണ്. അതായത് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്ന ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഇവർ UFOകളുണ്ടെന്ന് പറഞ്ഞല്ലോ, അതായത് ഇവരുടെ ഈ ഉപഗ്രഹം അല്ലെങ്കിൽ സഞ്ചാര പേടകം എന്നൊക്കെ പറയുന്ന പോലെ എന്ത് വേണമെങ്കിലും അതിനെ വിളിക്കാം. അതായത് ഈ സാധനങ്ങളെ നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിനും ഇവർ ഇതേ കഴിവുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഉത്തരമായിട്ട് ഈ റിസർച്ച് പറയുന്നത് അതെ, ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. അത് ഇവരുടെ ഈ ക്രാഫ്റ്റിൻ്റെ ഉള്ളിൽ ശക്തമായ ഉപകരണങ്ങളുണ്ട്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഉപകരണങ്ങളുണ്ട്. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇവർ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്, ഇതുപോലെ അവിടെ അങ്ങനൊരു സംഭവമില്ല, അല്ലെങ്കിൽ അതൊരു വിമാനമാണ് എന്ന രീതിയിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്കാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അവർ പറയുന്നുണ്ട്, ഇവർ മനുഷ്യവാസമുള്ള സ്ഥലത്തൂടെ അല്ല സഞ്ചരിക്കുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ കഴിയുക എന്ന് പറയുന്നത് തന്നെ വളരെ വിരളമാണ്. പക്ഷേ അങ്ങനെ കണ്ടാൽ തന്നെയും ഇങ്ങനെ ചെയ്യാൻ ഇവർക്ക് പറ്റും എന്നാണ് പറഞ്ഞത്. അഥവാ നമുക്ക് അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ മെഷീൻ, അതായത് ഇതിൻ്റെ ഉപകരണം കേടായിപ്പോയി എന്ന് തന്നെയാണ്.
ആ ഉപകരണത്തിന് എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് എന്നാണ്. ഉത്തരത്തിലേക്ക് വീണ്ടും വരാം. ഫോട്ടോകളിൽ ക്യാമഫ്ലാജ് ഇഫക്റ്റ് പ്രവർത്തിച്ചിട്ടില്ല. നിങ്ങളുടെ ഈ സാധ്യമായ ചോദ്യത്തിന് മുൻകൂട്ടി ഉത്തരം നൽകാൻ, എന്നാൽ ഇവിടെ അസാധാരണമായി ഒന്നും കാണാൻ കഴിയാത്ത ഒരാൾ ആകാശത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കേണ്ടത് എന്തുകൊണ്ട്? വഴിയിൽ നമ്മളുടെ തുരങ്കങ്ങളിലേക്കും ഉപരിതലത്തിനോടടുത്തുള്ള പ്രവേശന പോയിന്റുകളിലും ഭൂരിഭാഗവും അത്തരമൊരു ഉപകരണം ഉപയോഗിച്ച് മറച്ചിരിക്കുന്നു. നിങ്ങളുടെ കൂട്ടർ സാധാരണയായി വാതിലിന് പകരം സാധാരണ ഗുഹാഭിത്തികളിൽ മാത്രമേ കാണൂ. അതുകൊണ്ടാണ് നമ്മളുടെ ലോകത്തേക്ക് അത്തരമൊരു രഹസ്യവാതിൽ കണ്ടെത്താൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അതായത് ലിസാർട്ട് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ പറയുന്നത് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഇവരുടെ വാതിലുകളും കാര്യങ്ങളും എല്ലാം ഇവർ അടച്ചേക്കുന്നത്. അതായത് മനുഷ്യന്മാർ അവിടെ ചെന്ന് നിന്നാൽ അവർക്ക് നോക്കുമ്പം അവർക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഗുഹാഭിത്തി മാത്രമാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവർ പറയുന്നത്. അതായത് നമുക്ക് ഈ കാണാൻ കഴിയത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ടെക്നോളജി ഉപയോഗിച്ച് ഇതിനെ പൂർണ്ണമായി ഇവർ മറച്ചിരിക്കുകയാണ്. പക്ഷേ ക്യാമറകളിൽ മാത്രം ഈ ക്യാമഫ്ലാഷ് എഫക്റ്റ് ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം ക്യാമറ മനുഷ്യൻ്റെ തലച്ചോറല്ലല്ലോ, അതൊരു ഉപകരണമല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രം അതിലേക്ക് മാത്രം പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ഈ ചോദ്യം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ചോദ്യമാണ്. ഇത് നമ്മളെ പറ്റിയാണ് ചോദിക്കുന്നത്. ചോദ്യം: നിങ്ങളുടെയും നമ്മളുടെയും ചരിത്രത്തിലേക്ക് മടങ്ങുക. നമ്മുടെ മനുഷ്യവംശത്തെ സൃഷ്ടിച്ച ഇലോജിമുകൾ വംശത്തെക്കുറിച്ച് നിങ്ങൾ പരാമർശിച്ചു. അവർ എവിടെ നിന്നാണ് വന്നത്? എങ്ങനെയായിരുന്നു അവർ എത്തിയപ്പോൾ കൃത്യമായി എന്ത് സംഭവിച്ചത്? അവർ നമ്മുടെ ദൈവം ആണോ? ഉത്തരം: എലോജിം ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് വന്നത്. നിങ്ങളുടെ ഭൂപാടങ്ങളിൽ നിന്നും ആൽഡബറാൻ എന്ന് വിളിക്കുന്ന സൗരയൂഥത്തിൽ നിന്നാണ്. സാധാരണയായി സ്വർണ്ണ രോമങ്ങളും വളരെ വെളുത്ത ചർമ്മവുമുള്ള വളരെ ഉയരവുമുള്ള മനുഷ്യരൂപമുള്ള ഇനമായിരുന്നു അവർ സൂര്യപ്രകാശം ഒഴിവാക്കുമായിരുന്നു, കാരണം അത് അവരുടെ ചർമ്മത്തിനും കണ്ണുകൾക്കും ദോഷം ചെയ്തു. നമ്മളെപ്പോലെയുള്ള സൂര്യപ്രേമികളായ ഒരു ജീവിവർഗത്തിന് ഇത് തികച്ചും അവിശ്വസനീയമായിരുന്നു. തുടക്കത്തിൽ അവർ ബുദ്ധിമാനും സമാധാനപരവുമായി തോന്നി. ഞങ്ങൾ അവരുമായി ഏറെക്കുറെ സൗഹൃദപരമായ ആശയവിനിമയം ആരംഭിച്ചു. പക്ഷേ പിന്നീട് അവർ അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളും പദ്ധതികളും കാണിച്ചു. അവർ കുരങ്ങുകളെ ഒരു പുതിയ ഇനമായി പരിണമിപ്പിക്കാൻ ആഗ്രഹിച്ചു. അവരുടെ പുതിയ മൃഗശാല ഗ്രഹത്തിൽ ഞങ്ങൾ അവർക്കൊരു അസ്വസ്ഥതയുണ്ടാക്കി. ആദ്യം അവർ നിങ്ങളുടെ സിമിയാൻ പൂർവികരായ ഏകദേശം 10,000 അല്ലെങ്കിൽ 20,000 പേരെ പിടികൂടി. അവർ ഏകദേശം 100 വർഷത്തേക്ക് ഗ്രഹം ഉപേക്ഷിച്ചു. അവർ തിരിച്ചെത്തിയപ്പോൾ നിങ്ങളുടെ പൂർവികരെ തിരിച്ചു കൊണ്ടുവന്നു. പിന്നീട് അവർ വീണ്ടും ആയിരക്കണക്കിന് വർഷം ഭൂമി വിട്ടുപോയി. നിങ്ങളുടെ പ്രാകൃത പൂർവികർ വലിയ പ്രശ്നങ്ങളില്ലാതെ ഞങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിച്ചു. അതായത് ഈ ലിസാർട്ടയോട് ഈ പുള്ളിക്കാരൻ വീണ്ടും ചോദിക്കുകയാണ്, നമ്മുടെ ചരിത്രത്തിലേക്ക് തിരിച്ചു വരാം, ആരാണ് ഈ എലോഹിം, അവരെവിടെ നിന്നാണ് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് ഉത്തരവായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇവർ വന്നത് ഈ ആൽബഡൈറൻ എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. ഈ നക്ഷത്ര സമൂഹത്തിൽ നിന്നാണ് ഇവർ വന്നത്. ആ സൗരയൂഥത്തിൽ നിന്നാണ് വന്നതെന്നാണ് പറയുന്നത്. ഇവർക്ക് സ്വർണ്ണ രോമങ്ങളാണ് ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ വെളുത്ത ചർമ്മവും നല്ല ഉയരവുമുള്ള മനുഷ്യരായിരുന്നു ഇവർ. പക്ഷേ ഇവർക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇവർക്ക് ഈ സൂര്യപ്രകാശം ഇവർക്ക് പ്രശ്നമായിരുന്നു. കാരണം ഇവരുടെ കണ്ണുകൾക്കും അങ്ങനെയുള്ള ഇതിനുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് ഇവർ സൂര്യപ്രകാശം ഇവർക്ക് വിഷയമായതുകൊണ്ടും അതിൽ നിന്ന് ഒഴിവായിരുന്നു ഇവർ ജീവിച്ചിരുന്നത്. പക്ഷേ ലിസാർട്ട് പറയുന്നത് വെച്ചാൽ ഇവരുടെ പൂർവികർ ഈ സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കത് വളരെ ഒരു അതിശയമുള്ളൊരു കാര്യമായിരുന്നു. ആദ്യമൊക്കെ ഇവരുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചെങ്കിലും ഇവർ പിന്നീട് അവരുടെ ശരിയായ ഉദ്ദേശം ഈ ലിസാർട്ടയുടെയൊക്കെ പൂർവികരുമായിട്ട് അവർക്ക് പിന്നീടാണ് ഇതെല്ലാം മനസ്സിലാവുന്നത്. ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിയെ ഒരു സൂ ആക്കി മാറ്റാൻ, ഒരു മൃഗശാല പോലെ ആക്കി മാറ്റാനായിരുന്നു ഇവരുടെ പരിപാടി. അതിനവർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 10,000 മുതൽ 20,000 നമ്മൾ ഈ സിമിയൻസ്, അതായത് സിമിയൻസ് എന്ന് പറഞ്ഞാൽ ഈ കുരങ്ങെന്ന് വേണേൽ പറയാം, സിമിയൻസ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്, അവരെ പിടികൂടി കൊണ്ടുപോയി. അതിന് ഒരു 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഇവരെ കൊണ്ടുപോയിട്ട് പിന്നെ തിരിച്ചു വരുന്നത്. അതിനുശേഷം ഈ എലോഹിമികൾ ഭൂമി വിട്ട് വീണ്ടും പോയി. അതിനുശേഷം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചവർ വരുന്നത്. മനസ്സിലായോ? ഈ ആയിരക്കണക്കിന് വർഷങ്ങളിൽ നമ്മുടെ പൂർവികരും ഈ ലിസാർട്ടയുടെ പൂർവികരും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചു പോയത്. കാരണം അവർക്കതൊരു കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അങ്ങ് പോയി. വീണ്ടും ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. ഇലോജിം അവരുടെ മനസ്സിനെ പഠിപ്പിക്കുകയും അവരുടെ തലച്ചോറിനെയും ശരീരഘടനയും മെച്ചപ്പെടുത്തുകയും ചെയ്തു. ഇപ്പോൾ അവർ ഉപകരണങ്ങളും തീയും ഉപയോഗിക്കാൻ കഴിഞ്ഞു. ഇലോജിം 23,000 വർഷത്തിനുള്ളിൽ 7 തവണ തിരിച്ചെത്തി. നിങ്ങളുടെ തരത്തിലുള്ള ചിലരുടെ പരിണാമ വേഗത ത്വരിതപ്പെടുത്തി. നിങ്ങൾ ഈ ഗ്രഹത്തിലെ ആദ്യത്തെ മനുഷ്യ നാഗരികതയല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സാങ്കേതികവിദ്യയും സംസ്കാരവുമുള്ള ആദ്യ വികസിത മനുഷ്യർ ഏകദേശം 7 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഈ ഗ്രഹത്തിൽ നിലനിന്നിരുന്നു.
ജനിതകമായി പുരോഗമിച്ച ഈ മനുഷ്യ ഇനം നമ്മളോടൊപ്പം ഒരുമിച്ച് ജീവിച്ചു. പക്ഷേ അവർ എൻ്റെ തരത്തിലുള്ളവരുമായി സമ്പർക്കം ഒഴിവാക്കി. കാരണം എലോജിം. എലോജിമുകൾ നമ്മൾ ദുഷ്ടജീവികളാണെന്നും നമ്മൾ അവരോട് കള്ളം പറയുകയാണെന്നും തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും എന്ന ഉദ്ദേശത്തോടെ അവർക്ക് മുന്നറിയിപ്പ് നൽകി. അതായത് ഈ ലിസാർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ പോയി ഈ ആയിരക്കണക്കിന് വർഷത്തോളം ഈ ലിസാർട്ടയുടെ പൂർവികരും നമ്മളുടെ ആദ്യ മനുഷ്യരും, അതായത് ഇവർ ഒരു 10,000-20,000 ആൾക്കാരെ പിടിച്ചുകൊണ്ട് കൂടി തിരിച്ചു കൊണ്ടുവിട്ടല്ലോ. 1000 വർഷത്തേക്കിന് ഇവർ തിരിച്ചു വന്നില്ലല്ലോ. അപ്പോൾ ആ 1000 വർഷം വലിയ കുഴപ്പമില്ലാതെ പോയെങ്കിലും ഇവർ പിന്നീട് തിരിച്ചു വന്ന് വീണ്ടും കുറേ ഈ പരീക്ഷണങ്ങൾ, അതായത് ഇവരുടെ ജനിതകപരമായ മാറ്റങ്ങളൊക്കെ ഇവരുടെ ശരീരത്തിൽ വരുത്തി. അപ്പം ഈ മാറ്റങ്ങൾ വരുത്തി അതിനുശേഷം വീണ്ടും അവർ തിരിച്ചു പോയി. അപ്പോഴത്തേക്കിനും നമ്മൾ തീ കണ്ടുപിടിക്കുകയും അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ ചെയ്തു. ഏകദേശം 23,000 വർഷങ്ങൾക്കിടയിൽ 7 തവണയാണ് അവർ ഈ ഭൂമിയിലേക്ക് വന്നത് എന്നാണ് ഈ ലിസാർട്ട പറയുന്നത്. അപ്പം ലിസാർട്ട പറയുന്നത് ഭൂമിയിലെ ആദ്യത്തെ നാഗരികതയല്ല നമ്മളെന്നും സാങ്കേതികപരമായി വികസിച്ച ഒരു മനുഷ്യവർഗമല്ല നമ്മളെന്നും ആണെന്ന് അങ്ങനെയാണ് ലിസാർട്ട പറയുന്നത്. അതായത് നമ്മൾക്ക് മുമ്പും ഇവിടെ ജീവികൾ ഉണ്ടായിരുന്നു, അത് മനുഷ്യരുണ്ടായിരുന്നു എന്നാണ്. അവർ ഈ ഗ്രഹത്തിൽ ഏകദേശം 7 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അവരും ഈ ലിസാർട്ടയുടെ പൂർവികരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നില്ല. അതിൻ്റെ കാരണം ഈ എലോഹിമുകൾ തന്നെയാണ്. ഈ എലോജിമുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ മനുഷ്യരോട്, അന്നുണ്ടായിരുന്ന ആ മനുഷ്യരോട് പറഞ്ഞ് ഇവരോട്ട് ബന്ധപ്പെടരുത്, ഇവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് കള്ളമൊക്കെ പറയും, ഇവർ ദുഷ്ടജീവിവർഗമാണെന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യരെ ഇവർ പറഞ്ഞ്, ഈ എലോജിമുകൾ പറഞ്ഞ്, മനസ്സിലായോ, അങ്ങനെ മാറ്റിയിട്ട്. അപ്പോൾ വീണ്ടും ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. ഏതാനും നൂറ്റാണ്ടുകൾക്ക് ശേഷം അന്യഗ്രഹ ജീവികൾ, അതായത് എലോഹിമുകൾ, അവരുടെ ആദ്യ സൃഷ്ടിയെ ഇല്ലാതാക്കാൻ തീരുമാനിച്ചു. അവർ രണ്ടാമത്തേതും മികച്ചതുമായ ഒരു പരീക്ഷണ പരമ്പരയുടെ പരിണാമത്തെ ത്വരിതപ്പെടുത്തി. സത്യം എന്തെന്നാൽ നിങ്ങളുടെ ആധുനിക മനുഷ്യ നാഗരികത ഈ ഗ്രഹത്തിലെ ആദ്യത്തേതല്ല, 7ാമത്തേതാണ്. ആദ്യ ജനങ്ങളുടെ കെട്ടിടങ്ങൾ നഷ്ടപ്പെട്ടു, പക്ഷേ 5ാമത്തെ നാഗരികതയുടേതാണ് നിങ്ങൾ ഈജിപ്തിലെ പിരമിഡുകൾ എന്ന് വിളിക്കുന്ന വലിയ ത്രികോണാകൃതിയിലുള്ള നിർമ്മാണങ്ങൾ. ഏകദേശം 75,000 വർഷങ്ങൾക്ക് മുമ്പാണ് നിർമ്മിച്ചത്. 6ാമത്തെ നാഗരികതയാണ് ഇന്ന് നിങ്ങൾ കടലിൻ്റെ താഴെയായി കാണപ്പെടുന്ന നഗരങ്ങൾ നിർമ്മിച്ചത്. ഏകദേശം 16,000 വർഷങ്ങൾക്ക് മുമ്പ് ബിമിനി ഏരിയ എന്നറിയപ്പെടുന്ന സ്ഥലത്ത് നിങ്ങളുടെ പരമ്പരയിലെ 7ാമത്തെ ഇനത്തിൻ്റെ അവസാന സൃഷ്ടി 8,500 വർഷങ്ങൾക്ക് മുമ്പാണ് ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മിക്കാൻ കഴിയുന്നതും നിങ്ങളുടെ മതപരമായ രചനകളിൽ പരാമർശിക്കുന്നതുമായ ഒരേ ഒരു സൃഷ്ടിയാണിത്. തെറ്റായതും ഹ്രസ്വമായുമായ ഭൂതകാലത്തെ കാണിക്കുന്നു. പുരാവസ്തു പാലിയോന്റോളജിക്കൽ ആർട്ടിഫാക്റ്റുകളെ നിങ്ങൾ ആശ്രയിക്കുന്നു. പക്ഷേ മുമ്പ് 6 നാഗരികതകളെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ അറിയാൻ കഴിയും? അവയുടെ നിലനിൽപ്പിൻ്റെ തെളിവുകൾ കണ്ടെത്താൻ നിങ്ങൾക്ക് വസ്തുതകളെ നിഷേധിക്കുകയും തെറ്റായി വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. ഇത് ഭാഗികമായി നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി സംശുദ്ധമായ അജ്ഞതയുമാണ്. നിങ്ങളുടെ സൃഷ്ടികളെക്കുറിച്ച് മാത്രമേ ഞാൻ ഇനി നിങ്ങളോട് പറയൂ, കാരണം മുൻകാല മനുഷ്യവർഗങ്ങൾ നഷ്ടപ്പെട്ടു. അതിനാൽ അവർ നിങ്ങളെ ആശങ്കപ്പെടുത്തരുത്. അതായത് ഈ ലിസാർട്ട പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ന് ഉണ്ടായിരിക്കുന്നത്, നമ്മൾ ഏകദേശം 8,500 വർഷങ്ങൾക്ക് മുമ്പാണ് ഉണ്ടാകുന്നത്, ഇവർ വീണ്ടും ഉണ്ടാക്കുന്നത്. അതായത് ഈ 1ാമത്തെ സിവിലൈസേഷൻ 7 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു പറഞ്ഞില്ലേ, അവരെ ഈ എലോഹിമുകൾ കൊന്നു കളഞ്ഞു. അതിനുശേഷം ഒരുപാട് ജീവിവർഗങ്ങളെ അവർ വീണ്ടും ഈ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗ് ഉപയോഗിച്ച് മാറ്റം വരുത്തി കൊണ്ടുവന്നെങ്കിലും അവരെ എല്ലാം ഈ എലോഹിമുകൾ കൊന്നു കളയുമായിരുന്നുണ്ടായിരുന്നത്. അതായത് നശിപ്പിച്ച് കളഞ്ഞു. കൊന്നു കളയെന്ന് പറഞ്ഞാൽ നശിപ്പിച്ച് കളഞ്ഞു. ഈ 5ാമത്തെ അന്ന് മനുഷ്യൻ്റെ സിവിലൈസേഷൻ, 5ാമത്തെ സിവിലൈസേഷൻ ഉണ്ടായിരുന്ന അവരായിരുന്നു ഈ പിരമിഡുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കിയത്. അതായത് ഈജിപ്തിലെ പിരമിഡൊക്കെ ഉണ്ടാക്കിയത് അവരാണെന്നാണ് ഈ ലിസാർട്ട പറയുന്നത്. നമ്മളുടെ സൃഷ്ടി, നമ്മൾ 7ാമത്തെ സൃഷ്ടിയാണ് അവരുടെ. അപ്പോൾ ഇനി ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. ഞങ്ങൾക്കും ഇലോജിമുകൾക്കിടയിലും ഇലോജിമിലെ ചില ഗ്രൂപ്പുകൾക്കിടയിലും ഒരു നീണ്ട യുദ്ധം ഉണ്ടായിരുന്നു. കാരണം അവരിൽ പലരും ഈ ഗ്രഹത്തിൽ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടും സൃഷ്ടിക്കലിന് യഥാർത്ഥ അർത്ഥമില്ലെന്ന് വിശ്വസിച്ചിരുന്നു. ഈ യുദ്ധത്തിലെ അവസാന യുദ്ധങ്ങൾ ഏകദേശം 5,000 വർഷങ്ങൾക്ക് മുമ്പ് ഭ്രമണപഥത്തിലും ഉപരിതലത്തിലും നടന്നു. അന്യഗ്രഹ ജീവികൾ നമ്മളുടെ ഭൂഗർഭ നഗരങ്ങളെ നശിപ്പിക്കാൻ ശക്തമായ സോണിക് ആയുധങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ മറുവശത്ത് ബഹിരാകാശത്ത് അവരുടെ പല ഉപരിതല ഇൻസ്റ്റാളേഷനുകളും താവളങ്ങളും നശിപ്പിക്കാൻ ഞങ്ങൾക്കും കഴിഞ്ഞു. നിങ്ങളുടെ പരമ്പരയിലെ മനുഷ്യർ നമ്മളുടെ യുദ്ധങ്ങളെ നിരീക്ഷിച്ചപ്പോൾ അവർ ഭയപ്പെട്ടു. അവർ അത് മതപരമായ കെട്ടുകഥകളുടെ രൂപത്തിലെഴുതി. അവരുടെ മനസ്സിന് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. 6ാമത്തെയും 7ാമത്തെയും ഇനങ്ങളുടെ ദൈവങ്ങളായി അവർ പ്രത്യക്ഷപ്പെട്ട ഇലോജിം അവരോട് പറഞ്ഞു,
ഇത് നന്മയ്ക്കും തിന്മയ്ക്കും ഇടയിലുള്ള യുദ്ധമാണെന്നും അവർ നല്ലവരാണെന്നും നമ്മൾ ദുഷ്ടവംശമാണെന്നും ഇത് തീർച്ചയായും കാഴ്ചപ്പാടിനെ ആശ്രയിച്ചിരിക്കുന്നു. അവർ വരുന്നതിനു മുമ്പും നിങ്ങളുടെ തരത്തിലുള്ളവരുമായി അവരുടെ പരിണാമ പദ്ധതി ആരംഭിക്കുന്നതിനു മുമ്പും ഇത് നമ്മളുടെ ഗ്രഹമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഗ്രഹത്തിനു വേണ്ടി പോരാടാനുള്ള നമ്മളുടെ അവകാശമായിരുന്നു അത്. കൃത്യമായി 4943 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ സമാനമായ സ്കെയിൽ അനുസരിച്ച് അജ്ഞാതമായ കാരണങ്ങളാൽ ഇലോജിയും വീണ്ടും ഗ്രഹം വിട്ടുപോയി. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല എന്നതാണ് വസ്തുത. എലോജിയും ഒരു ദിവസം മുതൽ മറ്റൊന്നിലേക്ക് പോയി. അവർ അവരുടെ കപ്പലുകൾക്കൊപ്പം ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി. അവരുടെ ഉപരിതലത്തിലെ ഇൻസ്റ്റാളേഷനുകളിൽ ഭൂരിഭാഗവും അവരാൽ നശിക്കപ്പെട്ടതായി ഞങ്ങൾ കണ്ടെത്തി. അതായത് ഈ ലിസർട്ട പറയുന്നത് വലിയൊരു ചരിത്രമാണ്, മനുഷ്യൻ്റെയും അവരുടെയും ചരിത്രമാണ്. അതായത് ഇവരിവിടെ വന്നു, നമ്മളുടെ 5ാമത്തെയും 6ാമത്തെയും സൃഷ്ടി, അതായത് 6ാമത്തെയും 7ാമത്തെയും സൃഷ്ടി, 7ാമത്തെ സൃഷ്ടി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഈ എലോജിയും എന്തോ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലിസർട്ടയുടെ പൂർവികരുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. കാരണം ഇവർ ഈ ഗ്രഹത്തിലുള്ളത് അവർക്ക് ഇഷ്ടമല്ല, മനസ്സിലായില്ലേ? ഇവർക്ക് കുറേ പദ്ധതികളുണ്ടായിരുന്നു, അതിനൊക്കെ തടസ്സം വരുന്ന ഇവരുടെ പൂർവികർ. അങ്ങനെ യുദ്ധം ഉണ്ടായി കഴിഞ്ഞപ്പം ഇവർ ഓൾറെഡി പറഞ്ഞല്ലോ ഈ ലിസർട്ടയൊക്കെ അണ്ടർഗ്രൗണ്ടിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഈ സോണിക് വെപ്പൺസേ ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അല്ലാതെ നമ്മളിപ്പം ഈ മിസൈലുകളൊന്നും ഉപയോഗിച്ചാലൊന്നും പറ്റത്തില്ല. കാരണം ഇവരൊക്കെ താമസിക്കുന്ന കിലോമീറ്റർ 6, 7, 8 കിലോമീറ്റർ ദൂരം താഴ്ചയിലാണ് താമസിക്കുന്നത്. അത്രയും താഴ്ചയിൽ ഇറങ്ങിപ്പോകാൻ പറ്റുന്ന ആയുധങ്ങളൊന്നും അവരുടെ ഇല്ല. പക്ഷേ ഇവർ ഉപയോഗിച്ച് എന്താണ് സോണിക്, അതായത് ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള വെപ്പൺസ്. ഇത് ഉപയോഗിച്ച് ഇവരുടെ ഈ ലിസാർട്ടയുടെയൊക്കെ ഒരുപാട് ഈ ഗുഹാ ശൃംഖലകളൊക്കെ ഇവർ നശിപ്പിച്ചു. അപ്പോൾ ഈ എലോഹിമുകൾക്ക് ഈ ഭ്രമണപഥത്തിൽ, അതായത് ഈ നമ്മുടെ ഈ ചന്ദ്രനിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ഇൻസ്റ്റാളേഷനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവരുടെ പൂർവികരും നശിപ്പിച്ചു. അതായത് ഈ യുദ്ധമൊക്കെ ഇങ്ങനെ നടന്നെങ്കിലും പെട്ടെന്നൊരു ദിവസം ഇവരങ്ങ് തിരിച്ചു പോയി. ഇവരുടെ ഈ സ്പേസ് ഷിപ്പുകളും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇവർ ഈ അവരുടെ ഇൻസ്റ്റാളേഷനുകൾ അവർ തന്നെ നശിപ്പിച്ചിട്ട് അവരിവിടെ നിന്ന് വിട്ടുപോയി. അതാണ് സത്യം. ഇവർ പക്ഷേ ഇവരുടെ ചരിത്രകാരന്മാരൊക്കെ അത് അവരുടെ വിജയമായിട്ടാണ് കരുതുന്നതെങ്കിലും സത്യത്തിൽ അതല്ല. ലിസാർട്ട പറയുന്നത് വെച്ചാൽ സത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർക്കും അറിയത്തില്ല ഇതിൻ്റെ കാരണം എന്താണ്. ഇവരിങ്ങനെ ഇതെല്ലാം നശിപ്പിച്ചിട്ട് ഈ ഇതുമായിട്ട് ഇവരുടെ സ്പേസ് ഷിപ്പുമായിട്ട് ഇവിടുന്ന് പോകാനുണ്ടായ കാരണം എന്താണെന്ന് അവർക്കും മനസ്സിലായില്ല. അപ്പം വീണ്ടും ഉത്തരത്തിലേക്ക് തിരിച്ചു വരാം. ഇവരങ്ങനെ പോയതോടുകൂടി മനുഷ്യർ ഒറ്റയ്ക്കായിരുന്നു. നിങ്ങൾ നാഗരികത വരും നൂറ്റാണ്ടുകളിൽ നമ്മളിൽ പലരും നിങ്ങളുടെ ജീവിവർഗത്തെ ചില ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. അന്യഗ്രഹ ജീവികൾ അവരെ വിശ്വസിക്കാൻ ആഗ്രഹിച്ച ദുഷ്ടന്മാരല്ലെന്ന് അവരിൽ ചിലർ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 4900 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ മറ്റു നിരവധി അന്യഗ്രഹ ജീവികൾ ഈ ഗ്രഹത്തിലെത്തി. അതായത് ലിസാർട്ട വീണ്ടും തുടരുകയാണ്. ഈ എലോഹിം ഇവിടുന്ന് വിട്ടുപോയി. എന്ത് കാരണമാണെന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. അവർ പോയതോടുകൂടി വീണ്ടും മനുഷ്യർ ഒറ്റയ്ക്കായി. വീണ്ടും നമ്മളുടെ നാഗരികതകളൊക്കെ വികസിച്ചു. അങ്ങനെ പിന്നെ വരുന്ന നൂറ്റാണ്ടുകളിൽ ഇവരെ ബോധ്യപ്പെടുത്താൻ, ഈ ലിസാർട്ടയുടെ പൂർവ്വർ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമായിരുന്നു നമ്മൾ നിങ്ങളുടെ ഈ ശത്രുക്കളൊന്നുമല്ല. അങ്ങനെ കുറേ ആളുകൾക്ക് ഇവർ ബോധ്യപ്പെടുത്താൻ സാധിച്ചു. അതായത് ഇവർ ശത്രുക്കളല്ലെന്ന് അങ്ങനെയുള്ള കുറച്ചുള്ള ബുദ്ധിയുള്ള മനുഷ്യർക്ക് മനസ്സിലായി. ഈ 4900 വർഷങ്ങൾക്ക് മുമ്പ് മുതലാണ് ഈ മറ്റ് ഗ്രഹങ്ങളിൽ നിന്ന് കൂടുതലായിട്ട് അന്യഗ്രഹ ജീവികൾ ഈ ഭൂമിയിലേക്ക് വരാൻ തുടങ്ങിയത്. അപ്പം വീണ്ടും ഉത്തരത്തിലേക്ക് വരാം. നിങ്ങളുടെ മനസ്സിൻ്റെ പഴയ പഠിപ്പിക്കലും പ്രോഗ്രാമുകളും ഉപയോഗിച്ച് വീണ്ടും നിങ്ങൾക്കായി ദൈവത്തെ 4900 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ ഇന്ന് വരെയുള്ള കാലയളവിൽ മറ്റ് നിരവധി അന്യഗ്രഹ ജീവികൾ ഈ ഗ്രഹത്തിലെത്തി. എന്നാൽ എലോജിയും മാത്രം ഒരിക്കലും തിരിച്ചു വന്നില്ല. അവർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹം വിട്ടുപോയിരുന്നു. അതിനാൽ ഭാവിയിൽ ഒരു ദിവസം അവരുടെ തിരിച്ചുവരവ് അവരുടെ പദ്ധതി അവസാനിപ്പിക്കുമോ എന്നാണ്, അല്ലെങ്കിൽ 7ാമത്തെ ഇനവും വംശനാശം സംഭവിക്കുമോ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. ഞങ്ങളുടെ നിലവിലെ നാഗരികതയ്ക്ക് നിങ്ങളുടെ യഥാർത്ഥ ഉത്ഭവത്തെക്കുറിച്ചോ നിങ്ങളുടെ യഥാർത്ഥ ഭൂതകാലത്തെക്കുറിച്ചോ നിങ്ങളുടെ യഥാർത്ഥ ലോകത്തെക്കുറിച്ചും പ്രപഞ്ചത്തെക്കുറിച്ചോ ഒന്നും അറിയില്ല. കൂടാതെ ഞങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ചും നിങ്ങൾക്കും വളരെ കുറച്ച് മാത്രമേ അറിയൂ. അടുത്ത ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. എൻ്റെ വാക്കുകൾ നിങ്ങളെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നിടത്തോളം ഞാൻ സത്യം പറയുന്നു. കാരണം നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങളുടെ ജീവിവർഗത്തിന് അപകടമുള്ളിടത്തോളം നിങ്ങളുടെ ശത്രുക്കൾ ഇവിടെയുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുമില്ല. നിങ്ങളുടെ കണ്ണുകൾ തുറക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ വലിയ കുഴപ്പത്തിലാകുകയും ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നും നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ
ഇത് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുകയും ഓർമ്മിക്കുകയും വേണം. ലിസർട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയത്തില്ല ഇവർക്ക്. എന്തുകൊണ്ട് ഈ 4900 വർഷങ്ങൾക്ക് ശേഷം, അതിന് മുമ്പ് മുതൽ മറ്റ് പല അന്യഗ്രഹ ജീവികളും ഈ ഗ്രഹത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഈ എലോഹിമുകൾ മാത്രം തിരിച്ചു വന്നില്ല. അതെന്താണെന്ന് അറിയത്തില്ല. ഇവർ ഭാവിയിൽ വരുമോയെന്നും ഇവർക്കറിയത്തില്ല. അപ്പോൾ സത്യത്തിൽ ഈ മനുഷ്യൻ എവിടെ നിന്നാണ് വന്നതെന്നോ, അതായത് നമ്മളുടെ ഇപ്പോൾ ഉള്ള നമ്മളെ സിവിലൈസേഷൻ, അതായത് ഞാൻ നിങ്ങളും ഉൾപ്പെടെയുള്ള ഈ മനുഷ്യർക്ക് സത്യത്തിൽ നമ്മളെ ആരാണ് സൃഷ്ടിച്ചതെന്നോ നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നോ ഇല്ല എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറോളം ആകാറായി. അതുകൊണ്ട് തന്നെ ഇൻ്റർവ്യൂ ഇന്നിവിടെ നിർത്തിയാണ്. അടുത്ത ഭാഗം വീണ്ടും റെക്കോർഡ് ചെയ്ത് വിടുന്നതായിരിക്കും. അതുവരെ കാത്തിരിക്കുക. ഇൻ്റർവ്യൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നന്ദി.